അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ലഭിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മൾ ആഗ്രഹിച്ച സമയത്തൊന്നും നമുക്ക് പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിൽ വരില്ല. നമ്മളുടെ വിശ്വാസം കറക്റ്റായി നമ്മൾ അള്ളാഹുവിൽ പൂർണ്ണമായും കീഴൊതുങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് പരിശുദ്ധ ഖുർആൻ കിട്ടുള്ളൂ. കാരണം ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സ് മുതൽ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ആ ആഗ്രഹം വെച്ചുകൊണ്ട് ഞാൻ പല സന്ദർഭങ്ങളിലും പല ആളുകളുടെ ഖുർആനൊക്കെ നോക്കി കൊതിയോടെ എടുത്തിട്ടുണ്ട്. പക്ഷെ അറബി വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഞാനതവിടെ വളരെ സങ്കടത്തോടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, മലയാളം വെർഷൻ കിട്ടാനായിട്ട്. പക്ഷെ എവിടെയും കിട്ടിയില്ല. അങ്ങനെ ഒത്തിരി കടകൾ, പക്ഷെ എനിക്കറിയില്ല ഈ ഇസ്ലാമിക ബുക്കുകൾ വിൽക്കുന്ന സ്റ്റാളിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് അന്ന് അറിയണ്ടായില്ല. അങ്ങനെ ഞാൻ ഒരുപാട് തേടി നടന്നിട്ടുണ്ട്. അവസാനം ഞാനത് ഉപേക്ഷിച്ചു. എനിക്കത് വിധിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ കൂടെ ഒരു വീഡിയോ കാണാൻ ഇടയായതും അതിലൊരു ബുക്ക് സ്റ്റാളിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ വിളിച്ച് അവരോട് സംസാരിച്ചിട്ട് ഒരു പരിശുദ്ധ ഖുർആൻ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ അവരോട് സംസാരിക്കുകയും എനിക്ക് അത് കിട്ടുകയും ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എനിക്കിപ്പോൾ ഇത് വായിച്ചപ്പോൾ തോന്നിയൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ ഖുർആനിൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആയത്ത് ഇതിലുണ്ട്. സൂറത്തുൽ അൻകബൂത്ത് ആയത്ത് 86, 87, 88. അതിൽ പറയുന്നുണ്ട്, നിനക്ക് വേദഗ്രന്ഥം നൽകപ്പെടണമെന്ന് നീ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കാരുണ്യത്താൽ അത് ലഭിച്ചു. ആകയാൽ നീ സത്യനിഷേധികൾക്ക് സഹായിയായിരിക്കരുത്. അള്ളാഹു, നീ 87-ാമത്തെ ആയത്ത്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അവർ നിന്നെ അതിൽ നിന്ന് തടയാതിരിക്കട്ടെ. നിന്റെ രക്ഷിതാവിങ്കിലേക്ക് നീ ക്ഷണിക്കുക. നീ ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിലായി പോകരുത്. ആയത്ത് 88. അള്ളാഹുവോടൊപ്പം വേറെ യാതൊരു ദൈവത്തെയും നീ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അവൻ്റെ തിരുമുഖം ഒഴികെ എല്ലാ വസ്തുക്കളും നാശമടയുന്നതാണ്. അവനുള്ളതാണ് കർത്തൃത്വം. അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. ഈ ആയത്ത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഞാൻ അന്ന് മനസ്സിലേ നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചത്, ഇപ്പം അതിൽ പറഞ്ഞ പോലെ അള്ളാഹു വിധിച്ചപ്പോൾ നമുക്ക് കിട്ടും. അസ്സലാം.